നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. പേരാമ്പ്രയിൽ കനത്ത മഴയിൽ ദേശീയപാതയോരത്തെ വീട്ടിലും വ്യാപാര സ്ഥാപനത്തിലും വെള്ളം കയറി. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സും വികസന രേഖാ പ്രകാശനവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. നിയുക്ത ശബരിമല മേൽശാന്തി ഏറന്നൂർ മനയിൽ ED പ്രസാദ് നമ്പൂതിരിക്ക് സ്വീകരണമൊരുക്കി മുപ്ലിയം മടപ്പള്ളിക്കാവ് ശിവക്ഷേത്രം ഭാരവാഹികൾ. സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം. അടുത്ത 5 ദിവസം ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. വിശദമായ വാർത്തകളിലേക്ക്. കൊടകര പേരാമ്പ്രയിൽ കനത്ത മഴയിൽ ദേശീയപാതയോരത്തെ വീട്ടിലും വ്യാപാര സ്ഥാപനത്തിലും വെള്ളം കയറി. കോമ്പാത്ത് റെജുവിന്റെ വീട്ടിലും കോമ്പാത്ത് ബിജുവിന്റെ വ്യാപാര സ്ഥാപനത്തിലുമാണ് വെള്ളം കയറിയത്. തിങ്കളാഴ്ച രാത്രിയോടെയുണ്ടായ മഴയിലാണ് വെള്ളം കയറിയത്. ചൊവ്വാഴ്ച രാവിലെയോടെയാണ് വെള്ളം പൂർണ്ണമായും ഇറങ്ങിയത്. പുതിയ ഡ്രൈനേജ് കൃത്യമായി പ്രവർത്തിക്കാത്തത് മൂലമാണ് സർവീസ് റോഡിൽ നിന്നും വെള്ളം ഇവിടേക്ക് എത്തുന്നതെന്ന ആരോപണവും ഉയരുന്നുണ്ട്. ചെറിയ മഴയുണ്ടായാൽ പോലും രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെടുകയാണെന്നും പരാതി ഉയരുന്നു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സും വികസന രേഖാ പ്രകാശനവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. ഹരിതകർമ്മസേന അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ആൽജോ പുളിക്കൻ, സതി സുധീർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സെബി കൊടിയൻ, രതി ബാബു, CC സോമസുന്ദരൻ, ഷാജു കാളിയേങ്കര, സുമ ഷാജു, അനൂപ് മാത്യു, രശ്മി ശ്രീഷോപ്, പ്രീതി ബാലകൃഷ്ണൻ, ഹിമ ദാസൻ, ഫിലോമിന ഫ്രാൻസിസ്, CP സജീവൻ, സെക്രട്ടറി PR ജോൺ എന്നിവർ പ്രസംഗിച്ചു. നിയുക്ത ശബരിമല മേൽശാന്തി ഏറന്നൂർ മനയിൽ ED പ്രസാദ് നമ്പൂതിരിക്ക് സ്വീകരണമൊരുക്കി മുപ്ലിയം മടപ്പള്ളിക്കാവ് ശിവക്ഷേത്രം ഭാരവാഹികൾ. ക്ഷേത്രം പ്രസിഡന്റ് CM സത്യൻ, സെക്രട്ടറി നാരായണൻകുട്ടി എന്നിവർ ചേർന്ന് പ്രസാദ് നമ്പൂതിരിയെ പൊന്നാട അണിയിച്ച് സ്വീകരിച്ചു. ക്ഷേത്ര മേൽശാന്തി KS കിരൺ പൂർണ്ണകുംഭം നൽകി. മാതൃസംഘം ഭാരവാഹികളായ അമ്മുഅമ്മ, ശശികല, രാധ എന്നിവർ ചേർന്ന് പ്രസാദ് നമ്പൂതിരിയെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ക്ഷേത്രം കമ്മിറ്റി അംഗങ്ങളായ സജീവൻ, ശശികുമാർ, അഭിലാഷ്, കീഴ്ശാന്തി PG അരുൺ എന്നിവർ നേതൃത്വം നൽകി. മറ്റത്തൂർ വാസുപുരം മറ്റത്തൂർക്കുന്ന് സ്വദേശിയാണ് ഏറന്നൂർ മനയിൽ ED പ്രസാദ് നമ്പൂതിരി. ഒരു ശാന്തിക്കാരനെ സംബന്ധിച്ച് ശബരിമല മേൽശാന്തിയാവുക എന്നുള്ളൊരു അതിയായ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് 3-ാം തവണയാണ് എനിക്ക് കിട്ടിയത്. അതിൽ ഞാൻ വളരെയധികം അയ്യപ്പസ്വാമിയോടും എൻ്റെ പരദൈവങ്ങളോടും കടപ്പെട്ടിരിക്കുന്നു. പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ സൂര്യഗ്രാമം പ്രവാസി അംഗൻവാടി റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം KK രാമേന്ദ്രൻ MLA നിർവഹിച്ചു. കാലങ്ങളായി പ്രവാസി അംഗൻവാടി റോഡ് ശോചനീയാവസ്ഥയിലായിരുന്നു. നിരന്തരമായി വെള്ളക്കെട്ടുള്ളതിനാൽ വേനൽക്കാലത്തൊഴികെ പ്രവാസി അംഗൻവാടിയിലേക്ക് ഉൾപ്പെടെയുള്ള സഞ്ചാരം ദുസ്സഹമായിരുന്നു. തുടർന്ന് MLAയുടെ മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും 2025-26 സാമ്പത്തിക വർഷത്തിൽ 15.5 ലക്ഷം രൂപ അനുവദിക്കുകയായിരുന്നു. 250 മീറ്റർ റോഡ് 3.2 മീറ്റർ വീതിയിൽ കോൺക്രീറ്റ് ചെയ്യുന്നതിനാണ് തുക അനുവദിച്ചിട്ടുള്ളത്. ഉടനെ പണി പൂർത്തീകരിച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കി തുറന്നു നൽകാമെന്ന് MLA ഉറപ്പു നൽകി. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 9 ബാപ്പുജി അംഗൻവാടിയുടെ നിർമ്മാണ ഉദ്ഘാടനം KK രാമേന്ദ്രൻ MLA നിർവഹിച്ചു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ EK സദാശിവൻ, ബെൻസർ മൊയ്തീൻ എന്നിവർ പ്രസംഗിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 22.3 ലക്ഷം രൂപ ചെലവിലാണ് നിർമ്മാണം. പുളിശ്ശേരിക്കടവിൽ തൊട്ടിപ്പാൾ ഭഗവതിയുടെ തുലാം മാസത്തിലെ വാവാറാട്ട് നടത്തി. ചൊവ്വാഴ്ച രാവിലെയാണ് വാവാറാട്ടിനായി ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിച്ചത്. നിരവധി പേർ ചടങ്ങുകളിൽ പങ്കെടുത്തു.
കെട്ടിട നിർമ്മാണ രംഗത്തെ സാങ്കേതിക വിദഗ്ധരുടെ സംഘടനയായ ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷന്റെ തൃശൂർ സൗത്ത് ഏരിയ സമ്മേളനം ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ ഒല്ലൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9-ന് മരത്താക്കര സ്പൈസി കിച്ചൺ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ലൈസൻസ് ഫെഡ് സൗത്ത് ഏരിയ സീനിയർ അംഗം PR തോമസ് പതാക ഉയർത്തും. തുടർന്ന് നടക്കുന്ന യോഗം KK രാമേന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. ലെൻസ്ഫെഡ് സൗത്ത് ഏരിയ പ്രസിഡന്റ് PV വിനോദ് അധ്യക്ഷത വഹിക്കും. കോർപ്പറേഷൻ സ്ഥിരസമിതി അധ്യക്ഷ കരോളിൻ ജെറീഷ് വിശിഷ്ടാതിഥിയാകും. ലെൻസ്ഫെഡ് ജില്ലാ പ്രസിഡന്റ് OV ജയചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ ജസ്റ്റിൻ ആറ്റുപുറം, PV വിനോദ്, സലീൽ ഭാസ്കർ, KV വിനോദ് എന്നിവർ പങ്കെടുത്തു. ഈ സമ്മേളനം നമ്മുടെ പുതുക്കാട് MLA ശ്രീ KK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുന്നു. അതുപോലെ തന്നെ മുഖ്യ അതിഥിയായിട്ട് തൃശ്ശൂർ കോർപ്പറേഷൻ ചേരുന്നു. ഇപ്പോൾ ഗവൺമെന്റ് ഒരു മെയിൻ കാര്യം നിയമസഭയിൽ പാസ്സാക്കിയിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് നിയമ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കും ജനങ്ങൾക്കും കുറച്ചും കൂടി സൗകര്യമാണ്. ഞങ്ങൾ ഈ സംഘടനയായിട്ട് മുന്നോട്ട് കേരളത്തിലെ ഏറ്റവും വലിയ ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സിന്റെ സംഘടനയാണ് ലെൻസ്ഫെഡ് എന്ന് പറഞ്ഞ സംഘടന എല്ലാ ജനങ്ങൾക്ക് കൂടെ നിന്നിട്ടുള്ള ഒരു സംഘടനയാണ്. കെട്ടിട നിർമ്മാണ പെർമിറ്റ് വർദ്ധിച്ചപ്പോഴും അതുപോലെ തന്നെ ഗവൺമെന്റ് ഫീസുകൾ വർദ്ധിച്ചപ്പോഴും ജനങ്ങൾക്ക് വേണ്ടി തെരുവിലിറങ്ങിയത് ലെൻസ്ഫെഡ്. ഇനി കാണാം തദ്ദേശ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി എൻ്റെ നാട് എൻ്റെ വോട്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ NCTV പ്രതിനിധാനം ചെയ്യുന്ന പഞ്ചായത്തുകളെ പരിചയപ്പെടുത്തുന്നു. ഇന്ന് പറപ്പൂക്കര പഞ്ചായത്ത്. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിൽ ഉൾപ്പെട്ട പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് 1914 രൂപീകൃതമായതാണ്. നിലവിലുണ്ടായിരുന്ന 18 വാർഡുകൾ വാർഡ് വിഭജനത്തോടെ 19 വാർഡുകളായി മാറി. മുളങ്ങ്, പറപ്പൂക്കര പള്ളം, രാപ്പാൾ, കുറുമാലി, നെല്ലായി, പന്തല്ലൂർ, കൊളത്തൂർ, ആലത്തൂർ സൗത്ത്, ആലത്തൂർ നോർത്ത്, വൈലൂർ, നന്ദിക്കര, പൊങ്കോത്ര, മുത്രത്തിക്കര വെസ്റ്റ്, പറപ്പൂക്കര, നെടുമ്പാൾ, തൊട്ടിപ്പാൾ സൗത്ത്, തൊട്ടിപ്പാൾ നോർത്ത് എന്നീ വാർഡുകൾക്ക് പുറമെ ഉളുമ്പത്തുകുന്ന് വാർഡ് കൂടി ഉൾപ്പെടുത്തിയാണ് വാർഡ് പുനഃക്രമീകരണം നടത്തിയത്. 26,899 വോട്ടർമാരാണ് പഞ്ചായത്തിന്റെ ജനവിധി തീരുമാനിക്കുക. വാർഡ് 1 മുളങ്ങ്, 2 പറപ്പൂക്കര പള്ളം, 3 രാപ്പാൾ, 6 പന്തല്ലൂർ, 9 ആലത്തൂർ നോർത്ത്, 10 കൊളത്തൂർ, 13 പൊങ്കോത്ര, 14 മുത്രത്തിക്കര എന്നീ വാർഡുകൾ സ്ത്രീ സംവരണമാണ്. വാർഡ് 11 വൈലൂർ പട്ടികജാതി സംവരണവും, വാർഡ് 4 കുറുമാലിയും, വാർഡ് 15 മുത്രത്തിക്കര വെസ്റ്റും പട്ടികജാതി സ്ത്രീ സംവരണവുമാണ്. നിലവിൽ 18-ൽ 9 സീറ്റുകളിൽ LDF പ്രതിനിധികളാണ്. 4 സീറ്റിൽ UDFും 4 സീറ്റിൽ BJPയും 1 സീറ്റിൽ സ്വതന്ത്ര അംഗവുമാണ്. 2020-ൽ പ്രകടന പത്രികയിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും പൂർത്തിയാക്കാൻ കഴിഞ്ഞുവെന്ന ആത്മവിശ്വാസത്തോടെയാണ് LDF വീണ്ടും ജനവിധി തേടുന്നത്. അതേസമയം ഉദ്ഘാടന മാമാങ്കങ്ങൾ നടത്തിയതല്ലാതെ വികസന നേട്ടങ്ങൾ ചൂണ്ടിക്കാണിക്കാനില്ലെന്ന് UDFും BJPയും പറയുന്നു. സ്ത്രീ സംവരണ വാർഡുകൾ ഉൾപ്പെടെ സ്ഥാനാർത്ഥി നിർണയം കുറ്റമറ്റതാക്കി പഞ്ചായത്തിൽ കടുത്ത പോരാട്ടത്തിന് UDFും BJPയും തയ്യാറെടുക്കുമ്പോൾ ശക്തമായ ത്രികോണ മത്സരത്തിനാകും പറപ്പൂക്കര പഞ്ചായത്ത് സാക്ഷ്യം വഹിക്കുക. വാർഡുകളുടെ പുനഃക്രമീകരണം തങ്ങൾക്ക് അനുകൂലമാകും എന്ന ആത്മവിശ്വാസത്തിലാണ് 3 മുന്നണികളും. പുതുക്കാട് വാഹന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു. ചടങ്ങിൽ പ്രസിഡന്റ് നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. B രാജേഷ്, ആന്റു കൂടലി, ജോയ് മഞ്ഞളി, ബാബു നെല്ലായി, PC ബാബു എന്നിവർ പ്രസംഗിച്ചു. ND വിജയകുമാർ, പോൾ കുടലി, സണ്ണി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ അനുമോദിച്ചു. ബസ് യാത്രക്കിടയിൽ തമിഴ്നാട് സ്വദേശിനിയെ പീഡിപ്പിച്ച പ്രതി പിടിയിൽ. തമിഴ്നാട് തേനി ഉത്തമപാളയം സ്വദേശിയായ സുരേഷ് കുമാറിനെയാണ് മണ്ണുത്തി പോലീസ് പിടികൂടിയത്. ഓഗസ്റ്റ് 13-നാണ് കേസിനാസ്പദമായ സംഭവം. ബസ്സിൽ യാത്ര ചെയ്തിരുന്ന യുവതിക്ക് നേരെ പ്രതി ലൈംഗികപരമായ അതിക്രമം നടത്തുകയായിരുന്നു. യുവതി കൊച്ചിൻ സിറ്റിയിലെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പാലാരിവട്ടം സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് നടന്ന ഈ സംഭവത്തിൽ പിന്നീട് മണ്ണുത്തി പോലീസ് അന്വേഷണം ഏറ്റെടുക്കുകയായിരുന്നു.
വിശദമായ അന്വേഷണത്തിൽ പ്രതി തമിഴ്നാട് തേനി ഭാഗത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കിയ അന്വേഷണ സംഘം തേനിയിലേക്ക് പുറപ്പെടുകയും പ്രതിയെ തേനിയിൽ നിന്ന് അതിവിദഗ്ധമായി പിടികൂടുകയുമായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം. അടുത്ത 5 ദിവസം ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അറബിക്കടലിലെയും ബംഗാൾ ഉൾക്കടലിലെയും ശക്തമായ ചക്രവാത ചുഴി, ന്യൂനമർദ്ദം എന്നിവയാണ് സംസ്ഥാനത്ത് മഴ കനക്കാൻ കാരണം. വെള്ളിയാഴ്ച വരെ മിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. അതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വെള്ളിയാഴ്ച വരെ മത്സ്യബന്ധനം ഒഴിവാക്കണമെന്നും തുടർച്ചയായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളും മലയോര മേഖലകളും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം കാലാവസ്ഥാ വകുപ്പ് നൽകി. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചൊവ്വാഴ്ച 2 തവണ മാറ്റമുണ്ടായി. രാവിലെ സർവകാല റെക്കോർഡിലായിരുന്നു സ്വർണ്ണവില. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം വില കുത്തനെ കുറഞ്ഞു. 1600 രൂപയാണ് പവന് ഒറ്റയടിക്ക് കുറഞ്ഞത്. ഇതോടെ സ്വർണ്ണവില 96,000-ന് താഴെ എത്തി. 1 പവൻ സ്വർണത്തിന്റെ വിപണി വില നിലവിൽ 95,760 രൂപയാണ്. 1 ഗ്രാം സ്വർണത്തിന് 11,970 രൂപയുമായി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയായ 5%, GST 3%, ഹോൾമാർക്കിംഗ് ചാർജും ചേർത്താൽ 1 പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ 1 ലക്ഷത്തിന് മുകളിൽ നൽകണം. 1520 രൂപയാണ് രാവിലെ സ്വർണത്തിന് ഉയർന്നത്. 97,360 രൂപയായിരുന്നു സ്വർണ്ണവില. രാവിലെ കൂടിയതിലും കൂടുതൽ ഉച്ചയ്ക്ക് കുറഞ്ഞു. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ അന്താരാഷ്ട്ര വിലയെ അനുസൃതമാക്കിയാണ് കേരളത്തിൽ വില നിശ്ചയിക്കുന്നത്. അന്താരാഷ്ട്ര വിപണി നിരക്കുകൾ, ഇറക്കുമതി തീരുവകൾ, നികുതികൾ, വിനിമയ നിരക്കുകളിലെ ഏറ്റക്കുറച്ചിലുകൾ എന്നിവയാണ് പ്രധാനമായും ഇന്ത്യയിലെ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. സ്വർണത്തിനും വെള്ളിക്കും ഇനിയും വില ഉയരുമെന്നാണ് വിപണിയിൽ നിന്ന് ലഭിക്കുന്ന സൂചന. കാലാവസ്ഥ. കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാലയുടെ വയനാട്ടിലെ പൂക്കോട് പ്രവർത്തിക്കുന്ന കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിലേക്ക് ദിവസ വേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനത്തിനായി ഇന്റർവ്യൂ നടത്തുന്നു. ടീച്ചിംഗ് അസിസ്റ്റന്റ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഗസ്റ്റ് ലെക്ചറർ, ഡയറി എഞ്ചിനീയറിംഗ് എന്നീ തസ്തികകളിലാണ് ഒഴിവുകൾ. ഒക്ടോബർ 23 രാവിലെ 10-ന് വയനാട്ടിലെ CDST കോളേജിലാണ് ഇന്റർവ്യൂ. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,970 രൂപയും പവന് 95,760 രൂപയും രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. പേരാമ്പ്രയിൽ കനത്ത മഴയിൽ ദേശീയപാതയോരത്തെ വീട്ടിലും വ്യാപാര സ്ഥാപനത്തിലും വെള്ളം കയറി. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സും വികസന രേഖാ പ്രകാശനവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. നിയുക്ത ശബരിമല മേൽശാന്തി ഏറന്നൂർ മനയിൽ ED പ്രസാദ് നമ്പൂതിരിക്ക് സ്വീകരണമൊരുക്കി മുപ്ലിയം മടപ്പള്ളിക്കാവ് ശിവക്ഷേത്രം ഭാരവാഹികൾ. സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം. അടുത്ത 5 ദിവസം ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.